Good morning. എന്താ എടുക്കണേ എല്ലാവരും? ക്ലാസ്സൊക്കെ കാണാൻ റെഡി ആയിട്ടിരിക്കുക അല്ലേ? ഫുഡൊക്കെ കഴിച്ചല്ലോ? കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. ഓക്കെ, ഗുഡ്. നമുക്കിന്ന് ഇംഗ്ലീഷ് തന്നെ എടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ എടുത്തത്? ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് അല്ലേ? ആസ്കിങ് ക്വസ്റ്റ്യൻസ്. എന്തായിരുന്നു? ഈസ് ദിസ് എ കാർ? യെസ് ഇറ്റ് ഈസ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഈസ് ഷീ എ ഡോക്ടർ? യെസ് ഷീ ഈസ് അല്ലേ? ഈസ് ഹി എ ടൈലർ? യെസ് ഹി ഈസ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമ്മൾ ഇനി എന്ത് ചെയ്യണം? നോ ചേർക്കാനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്? നോ ചേർക്കാൻ. നമ്മൾ ഇത്രയും നേരം യെസ് ചേർക്കാനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോ ചേർക്കാനാണ്. അതല്ല എന്ന് പറയാം. ഓക്കെ ഓക്കെ, നോക്കിയേ നിങ്ങളുടെ പേജ് നമ്പർ 33 എടുത്തേ. 33 എടുത്തോ? അതിൽ ആദ്യം വായിച്ചു തരാം. നമുക്ക് ഇതേപോലെ എഴുതാം കേട്ടോ. കാണാമോ നിങ്ങൾക്ക്? പേജ് നമ്പർ 33 നിങ്ങൾ ടച്ച് ചെയ്തുകൊണ്ട് പോകണം കേട്ടോ. നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്. ഈസ് ദിസ് എ വാൻ? ഇതൊരു വാൻ ആണോ? വാൻ ആണോ ഇത്? അല്ല അല്ലേ? അപ്പൊ അല്ല നമ്മൾ എന്താ പറയണേ? നോ. നോ. വാൻ എന്താണ്? തിങ് ആണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? ഹി പറയുവോ, ഷീ പറയുവോ, ഇറ്റ് പറയുവോ? ഇറ്റാ പറയാ അല്ലേ? അപ്പൊ എന്ത് പറയും? നോ ഇറ്റ് ഈസ് നോട്ട്. അതൊരു വാൻ അല്ല അല്ലേ? ഇറ്റ് ഈസ് നോട്ട്. അത് വാൻ അല്ല. ഇറ്റ് ഈസ് എ എന്താ ഇത്? ബസ്സാണ്. ഇറ്റ് ഈസ് എ ബസ്. അപ്പൊ എന്താണ് സംഭവിച്ചത് നോക്കിയേ. ഈസ് ദിസ് എ വാൻ? ഇതൊരു വാൻ ആണോ? അപ്പൊ എന്ത് പറയാ ആൻസർ? നോ അല്ല. ഇറ്റ് ഈസ് നോട്ട്. അത് വാൻ അല്ല. ഇറ്റ് ഈസ് എ ബസ്. അതൊരു ബസ്സാണ്. കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ. ഈസ് ദിസ് എ ബാഗ്? ഇതൊരു ബാഗ് ആണോന്ന്? ബാഗ് ആണോ ഇത്? അല്ല അല്ലേ? സൂട്ട്കേസ് ആണ് അല്ലേ? നോ ഇറ്റ് ഈസ് നോട്ട്. ഇതൊരു തിങ് ആയതുകൊണ്ട് നമ്മൾ ഇറ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നോ ഇറ്റ് ഈസ് നോട്ട്. അല്ല, അതല്ല. എന്താണ് പിന്നെ ഇത്? ഇറ്റ് ഈസ് എ സ്യൂട്ട്കേസ്. അതൊരു സ്യൂട്ട്കേസ് ആണ്. ഓക്കെ, കിട്ടിയോ? അപ്പോൾ ടീച്ചർ വായിക്കാം. ഈസ് ദിസ് എ ബാഗ്? ഇതൊരു ബാഗ് ആണോ? നോ ഇറ്റ് ഈസ് നോട്ട്. അല്ല. എന്താണ് പിന്നെ? ഇറ്റ് ഈസ് എ സ്യൂട്ട്കേസ്. ഇതൊരു സ്യൂട്ട്കേസ് ആണ്. ഓക്കെ, അടുത്ത നോക്കാം. ഈസ് ദിസ് എ ഹോഴ്സ്? ഇതൊരു ഹോഴ്സ് എന്താ? കുതിര. ഇതൊരു കുതിരയാണോ? കുതിരയാണോ ഇത്? അല്ല അല്ലേ? നമ്മൾ എന്ത് പറയും? നോ ഇറ്റ് ഈസ് നോട്ട്. അല്ല, അത് അല്ല. പിന്നെന്താണ്? ഇറ്റ് ഈസ് എ സീബ്ര. ഇതെന്താണ്? ഒരു സീബ്രയാണ് അല്ലേ? ഇറ്റ് ഈസ് എ സീബ്ര. ഓക്കെ, അടുത്ത എന്താണ്? ഈ പെൺകുട്ടി എന്താ ചെയ്യണത് അല്ലേ? ഈസ് ഷീ എ സിംഗർ? അവരൊരു പാട്ടുകാരിയാണോ? സിംഗർ ആരാണ്? പാട്ട് പാടുന്ന ആളല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അത്. ഈസ് ഷീ എ സിംഗർ? അവളൊരു പാട്ടുകാരിയാണോ? നോ. ഇവിടെ തിങ്ങാണോ? അല്ല അല്ലേ? ഷീസ് എ ഗേൾ അല്ലേ? നമ്മൾ എന്ത് പറയും? ഷീ എന്നല്ലേ പറയാ പ്രൊനൗൺ? നമ്മൾ തിങ്ങല്ല. ഒരു എന്താണ്? ജെന്നാണെങ്കിൽ നമ്മൾ ഹി ഉപയോഗിക്കും. ലേഡി ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഷീ ഉപയോഗിക്കും. വെരി ഗുഡ്. അപ്പൊ എന്താണ്? ഈസ് ഷീ എ സിംഗർ? ഒരു സിംഗർ ആണോ ചോദിച്ചാൽ നോ ഷീ ഈസ് നോട്ട്. അതായത് നമ്മൾ ഇറ്റാണ് യൂസ് ചെയ്തുകൊണ്ട് ഇപ്പൊ എന്താ പറയണേ? ഷീ ആണ്. കാരണം ഇതൊരു ലേഡിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഷീ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ തിങ്. ഇതൊരു ലേഡിയാണ്. അപ്പൊ എന്താണ്? നോ ഷീ ഈസ് നോട്ട്. അല്ല. പിന്നെന്താണ്? ഷീ ഈസ് എ എന്ത് ചെയ്യുക? ഡാൻസ് ചെയ്യുക. അപ്പൊ ഡാൻസ് ചെയ്യുന്ന ആളെ എന്താ പറയാ? dancer. She is a dancer.
once more this നമ്മൾ വായിക്കുവാണ്. Is she a singer? Singer ആണോ? No, she is not. അല്ല, she is a dancer. കിട്ടിയത്രേ. ഇനി ടീച്ചർ ബോർഡിൽ എഴുതാവേ, നോക്കിക്കൊള്ളാം. ഫസ്റ്റ് ഇതാണ്, നോക്കി. ഈസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ ചോദിക്കുക അല്ലേ? നമ്മൾ ആൻസർ പറയുന്നത് ദിസ് ഈസ് എന്നാണ്. അപ്പോൾ ഈസ് എന്താ പറയണ്ടേ? ദിസ് ഈസ് ദിസ്, THIS. ഈസിന് എന്താ സ്പെല്ലിങ്? IS അല്ലേ? IS ഈസ് ദിസ്. എന്താണ്? A van, VAN. ഇത് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത്, കാരണം ഇതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഈസ് ദിസ് എ വാൻ? ഇതൊരു വാൻ ആണോ എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ എന്താണ് പറയണേ? ആണോ? വേറെ എടുക്കാത്? അല്ല. അപ്പൊ നോ. നോ ഇതിലൊരു കോമ ഇടണം. എന്തെഴുതണം? ഇറ്റ് ഈസ്, കാരണം ഇതൊരു തിങ് ആണ്. നമ്മൾ IT ഇറ്റ് ആണ് ഇടുന്നത്. ഇറ്റ് ഈസ് നോട്ട്, NOT. It is not. ഫുൾ സ്റ്റോപ്പ് ഇടുക. അപ്പൊ എന്ത് പറഞ്ഞു? ഈസ് ദിസ് എ വാൻ? ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്താണ്? നോ, ഇറ്റ് ഈസ് നോട്ട്. എന്താണത്? എന്തായിരുന്നു? ഇറ്റ് ഈസ്, ഇറ്റ് IT ഈസ്, IS എ എന്തായിരുന്നു? ബസ്സായിരുന്നു അല്ലേ? BUS, ബസ്. ഇറ്റ് ഈസ് എ ബസ്. ക്ലിയർ ആണോ? ഈസ് ദിസ് എ വാൻ? നോ, ഇറ്റ് ഈസ് നോട്ട്. ഇറ്റ് ഈസ് എ ബസ്. കിട്ടിയോ? അടുത്ത ടീച്ചർ പറയട്ടെ, നോക്കിയേ. ഏതായിരുന്നു എടുത്തത്? ഈസ് ദിസ് എ ബാഗ്? BAG. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് ഏതാണെന്ന് ടീച്ചർ പറയാത്ത കേട്ടോ. ദിസിൻ്റെ സ്പെല്ലിംഗ് കുറേ പഠിച്ചിപ്പോ. ഈസ് ദിസ് എ ബാഗ്? BAG, ബാഗ്. ക്വസ്റ്റ്യൻ മാർക്ക്. ബാഗ് ആയിരുന്നോ? അല്ല. അപ്പൊ എന്താ പറയുക? നോ, NO. നോ, ഇറ്റ് ഈസ് IT. ഇറ്റ് ഈസ് നോട്ട്, NOT. ഇറ്റ് ഈസ് നോട്ട്. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് എന്ത് പറയും? ഇറ്റ് ഈസ് എ എന്തായിരുന്നത്? ഇറ്റ് ഈസ് എ സ്യൂട്ട് കേസ് ആയിരുന്നു. സ്യൂട്ട് കേസിന്റെ സ്പെല്ലിംഗ് എന്തുവാ? SUIT, സ്യൂട്ട്. SUIT, സ്യൂട്ട്. CASE, കേസ്. സ്യൂട്ട് കേസ്. ഈസ് ദിസ് എ ബാഗ്? നോ, ഇറ്റ് ഈസ് നോട്ട്. പിന്നെന്തുവാണ്? ഇറ്റ് ഈസ് എ സ്യൂട്ട് കേസ്. ഇതൊരു സ്യൂട്ട് കേസ് ആണ്. അടുത്ത എന്തായിരുന്നു? കാണാമോ നിങ്ങൾക്ക് ഇവിടെ? എന്താണ് അടുത്തത്? ഈസ് ദിസ് എ ഹോഴ്സ്? ഹോഴ്സ് ആണോ? HORSE. എന്താ ഹോഴ്സ്? കുതിര അല്ലേ? കുതിരയാണോ? അത് കണ്ടിട്ടെന്താ തോന്നി നിങ്ങൾക്ക്? അല്ല. അപ്പൊ എന്ത് പറയണം? നോ, NO. നോ, ഇറ്റ് ഈസ് നോട്ട്. അതല്ല. എന്താണത്? ഫുൾ സ്റ്റോപ്പ് അല്ലേ? സോറി, ടീച്ചർ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ പറഞ്ഞു അല്ലേ? ദിസ് ഇസ് എ ഹോഴ്സ്? ക്വസ്റ്റ്യൻ മാർക്ക്. നോ, ഇറ്റ് ഈസ് നോട്ട്. എന്താണ്? ഇറ്റ് ഈസ് IT ഈസ് എ എന്താ? സീബ്ര. എന്താണ് സീബ്രയുടെ സ്പെല്ലിംഗ്? ZEBRA, സീബ്ര. കിട്ടിയോ? ഓക്കെ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ടീച്ചർ മോളിൽ എഴുതാമേ. കാണത്തില്ലല്ലോ അല്ലെങ്കിൽ. ഇവിടെ കാണാമോ? നോക്കാമേ. ഈസ് ഷീ? ഇവിടെ എന്തുകൊണ്ടാണ് ഷീ വന്നേ? അതൊരു ലേഡി ആയതുകൊണ്ടാണ് നമ്മൾ പ്രോനൗണായിട്ട് ഷീ യൂസ് ചെയ്യുന്നത്. ഒരു ബോയ് ആയിരുന്നു നമ്മൾ എന്ത് യൂസ് ചെയ്തതിന്? ഹീ ഉപയോഗിക്കും അല്ലേ? ഹീ യൂസ് ചെയ്തതിന്. ഇതൊരു ലേഡി ആയതുകൊണ്ട് ഷീ യൂസ് ചെയ്തു. ഈ ഷീ എ സിംഗർ? SINGER, ക്വസ്റ്റ്യൻ മാർക്ക്. ഈസ് ഷീ എ സിംഗർ? സിംഗർ ആണോ അത്? കണ്ടിട്ട് എന്താ നോക്കിയേ? പാട്ട് പാടുവാണോ അവിടെ? അല്ല. എന്താ ചെയ്യണവര്? അപ്പൊ എന്താ പറഞ്ഞേ? നോ,
N-O, no. It is, sorry, ഇറ്റാണോ ഉപയോഗിക്കുന്നത്? അല്ല. എന്താണ്? She is not. She is എന്താണ്? Not. N-O-T, not. അല്ല. She is not. പിന്നെന്താണ്? എന്തായിരുന്നു അവരെന്താണ്? She is a ആരാ? Dancer. D-A-N-C-E-R. ഇത്രയാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇതാണ്. ഫസ്റ്റ് വൺ, ഈസ് ദിസ് എ വാൻ? വാനിന്റെ സ്പെല്ലിംഗ് VAN. ഈസും ദിസും ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? എയും അറിയാം. ഓക്കെ. വാൻ എന്താ പറയും? നോ, ഇറ്റ് ഈസ് നോട്ട്. അല്ല. പിന്നെന്താണ്? ഇറ്റ് ഈസ് എ ബസ്. ഇതൊരു ബസ്സാണ്, വാൻ അല്ല. സെക്കൻഡ് വൺ എന്തായിരുന്നു? ഈസ് ദിസ് എ ബാഗ്? അതൊരു ബാഗ് ആണോ? അപ്പൊ എന്ത് പറഞ്ഞു? നോ, ഇറ്റ് ഈസ് നോട്ട്. അല്ല. ഇറ്റ് ഈസ് എ എന്തായിരുന്നു? സ്യൂട്ട്കേസ്. എന്താണ് സ്യൂട്ട്കേസിന്റെ സ്പെല്ലിംഗ്? SUITCASE. സ്യൂട്ട്കേസ്. സ്പെല്ലിംഗ് ഒന്ന് എഴുതി പഠിക്കണം കേട്ടോ, കുറച്ച് പാടായിരിക്കും അല്ലേ? സ്യൂട്ട് കേസ്. SUIT സ്യൂട്ട്, CASE കേസ്. സ്യൂട്ട് കേസ്. എന്താണ്? സൂട്ട് കേസ് ആണ്, ബാഗ് അല്ല. തേർഡ് ആണ് എന്താണ്? ഈസ് ദിസ് എ ഹോഴ്സ്? ഇതൊരു ഹോഴ്സ് ആണോ? ഹോഴ്സ് ആയിരുന്നോ അത്? അല്ല അല്ല, സീബ്ര ആണ്. അപ്പൊ എന്താ പറയണേ? നോ, ഇറ്റ് ഈസ് നോട്ട്. NOT, നോട്ട്. അല്ല. എന്തായിരുന്നു? ഇറ്റ് ഈസ് എ സീബ്ര. എന്തായിരുന്നു അത്? സീബ്ര ആണ് അല്ലേ? ZEBRA, സീബ്ര. ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ ഇടണേ. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വേണം, ഇവിടെ ഫുൾ സ്റ്റോപ്പ് വേണം. ഓക്കെ. അടുത്ത എന്തായിരുന്നു? ഈസ് ഷീ എ സിംഗർ? ഒരു പാട്ടുകാരിയാണോ? സിംഗർ ആണോ? ആയിരുന്നോ? സിംഗറിന്റെ സ്പെല്ലിംഗ് എന്തുവാ? സിംഗിന്റെ സ്പെല്ലിംഗ് SING, സിംഗർ. ER, SINGER, സിംഗർ. സിംഗർ ആയിരുന്നോ? അല്ല. നോ, ഷീ ഈസ് നോട്ട്. അല്ല. പിന്നെന്താണ്? ഷീ ഈസ് എ ഡാൻസർ. സിംഗർ അല്ല, ഡാൻസർ ആണ്. DANCER, ഡാൻസർ. ഷീ ഈസ് എ ഡാൻസർ. കിട്ടിയോ നിങ്ങൾക്ക്? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ അപ്പുറത്തെ ഒരു പ്രാക്ടീസ് ടൈം ഉണ്ട്. നമ്മളിപ്പോ ചെയ്ത പേജ് നമ്പർ 33 ആണ്. നമ്മൾ 34 കഴിഞ്ഞ ദിവസം ചെയ്തു അല്ലേ? നമ്മൾ IS ചേർക്കാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ടൈം ചെയ്തു. ഇനി നമുക്ക് നോ ചേർക്കാനുള്ള പ്രാക്ടീസ് ടൈം ചെയ്യാം. ഓക്കെ, നോക്കിക്കോ, എടുത്തോ. പേജ് നമ്പർ 35, 35 എടുത്തോ എല്ലാവരും. എടുത്തോ എല്ലാവരും. 35, 35 എടുത്തോ. ഓക്കെ. ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യണ്ടേ? അതിന്റെ പ്രാക്ടീസ് ടൈം ചെയ്യാം. വെരി ഗുഡ്. നോക്കിക്കേ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ആൻസേഴ്സ്. പിക്ചർ നോക്കിയിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഈസ് ദിസ് എ കൗ? ഈസ് ദിസ് എ കൗ? കൗ ആണോ അത്? നിങ്ങൾക്ക് എന്താ തോന്നിയേ? നോ. ഇപ്പൊ എന്താ പറഞ്ഞ? ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റർ വേണം, കാരണം അടുത്ത സെന്റൻസ് ആണ്. ക്യാപിറ്റൽ ലെറ്ററിൽ NO എഴുതണം. NO, നോ. കോമ ഇട്ടിട്ട് ഇറ്റ് ഈസ് നോട്ട് എന്ന് അവർ തന്നിട്ടുണ്ട് അല്ലേ? ഇറ്റ് ഈസ് നോട്ട്. പിന്നെയോ എന്താണത്? ഫുൾ സ്റ്റോപ്പ് ഇടുക. അടുത്ത എന്താ എഴുതണ്ടേ? ഇറ്റ് ഈസ് എ ആരാ? കൗവല്ലല്ലോ, പിന്നെ ആരാ? ഗോട്ട് ആണ് അല്ലേ? GOAT, ഗോട്ട്. നമുക്ക് എവിടേക്ക് എഴുതിയിട്ടുണ്ട്? ഇവിടെ നോ. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് എ ഗോട്ട്. ഇവിടെയാണ് രണ്ട് എന്ത് ചെയ്തേക്കുന്നത്? ബ്ലാങ്ക് തന്നേക്കണം അല്ലേ? മിസ്സിംഗ് വേർഡ് ചേർക്കാൻ തന്നേക്കണം. ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവരും ചെയ്തോ? അടുത്ത എന്താണ്? ഈസ് ദിസ് എ ബക്കറ്റ്? ഈസ് ദിസ്
A bucket. 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 ഇതൊരു ബക്കറ്റ് ആണോ? ബക്കറ്റ് ആണോ അത്? അല്ല അല്ലേ, അത് ടബാണ് അല്ലേ. അപ്പൊ എന്ത് എഴുതണം? നോ. ഇതാണ് നമുക്ക് എഴുതാനുള്ളത്. പിന്നെന്താണ്? ഇറ്റ് ഈസ്. ഇത്ര അവർ തന്നിട്ടുണ്ട്, ഇവിടെ തന്നിട്ടില്ല. എന്താണ് നമ്മൾ എഴുതേണ്ടത്? NOT, നോട്ട്. ഇത് നമ്മൾ എഴുതണം. കണ്ടല്ലോ, ഈസ് നോട്ട്. പിന്നെ എന്ത് ചെയ്യണം? ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് എന്താണ് ഇത്? ടബാണ് അല്ലേ. TUB, ടബ്. TUB, ടബ്. ഫുൾ സ്റ്റോപ്പ് ഇടണം, മറക്കരുത്. ഇറ്റ് ഈസ് എ ടബ്. അടുത്ത എന്താണ്? ഈസ് ദിസ് സ്കൂൾ. ഇതൊരു സ്കൂളാണോ? ആണോ? അല്ല അല്ലേ, ഇതൊരു എന്താണ്? ഹൗസ് ആണ് അല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഈസ് ദിസ് a school? SCHOOL. സ്കൂൾ. സ്കൂൾ അല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്തു? നോ. NO. It is not. 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 എന്തോ ഇത്? ഇറ്റ് ഈസ് എ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ ലെറ്റർ തുടങ്ങാവുള്ളൂ, മറക്കരുത്. ഇറ്റ് ഈസ് എ ഹൗസ്. HOUSE. ഹൗസ്. നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നേക്കണേ. നോ. ഈസ് ദിസ് എ സ്കൂൾ? നോ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട്. പിന്നെ ഇറ്റ് ഈസ് എ ഹൗസ്. കിട്ടിയോ? അടുത്ത എന്താണ്? ഈസ് ദിസ് എ ഗ്ലാസ്? ഗ്ലാസ് ആണോ? ഈസ് ഇതൊക്കെ ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ. ഈസ് ദിസ് എ ഗ്ലാസ്? ഗ്ലാസ് ആണോ അത്? നിങ്ങൾക്ക് എന്താ തോന്നിയേ? ഇത് ഗ്ലാസ് ആണോ? അല്ല, കപ്പാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് എഴുതും? നോ. NO. നോ. ഇവിടെ ഗ്യാപ്പ് ഉണ്ടത് ഫില്ല് ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട്. നോട്ടിലൂടെ ആണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെന്താണ്? ഫുൾ സ്റ്റോപ്പ് എഴുതിയിട്ട് ഇറ്റ് ഈസ് എന്താണിത്? CUP, കപ്പ്. ഇവിടെ നമ്മൾ എഴുതാനുണ്ട്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് എനിക്ക് പറയാം. ഇതിൽ എന്തുകൊണ്ട് എല്ലായിടത്തും ഇറ്റ് ഉപയോഗിച്ചേക്കണേ? അത് ആനിമൽ. ഇത് ആനിമലാണ്, അതുകൊണ്ട് നമ്മൾ ഇറ്റാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇതൊരു തിങ് ആണ്, അതുകൊണ്ട് നമ്മൾ ഇറ്റ് യൂസ് ചെയ്തു. ഇതൊരു തിങ് ആണ്, സ്കൂൾ അല്ലേ, അവിടെ നമ്മൾ ഇറ്റാണ് യൂസ് ചെയ്തത്. ഗ്ലാസ് ഒരു തിങ് ആണ്, അതുകൊണ്ട് നമ്മൾ ഇറ്റാണ് യൂസ് ചെയ്തത്. ഓക്കെ, നമുക്ക് പറയാം. ഈസ് ദിസ് എ കൗ? കൗ ആണോ? നോ. ഇറ്റ് ഈസ് നോട്ട്. അല്ല. ദിസ് ഈസ് എ ഇറ്റ് ഈസ് എ ഗോട്ട്. അതൊരു ഗോട്ടാണ്. നോക്കിയേ. ഈസ് ദിസ് എ ബക്കറ്റ്? ബക്കറ്റ് ആണോ? നോ. ഇറ്റ് ഈസ് നോട്ട്. അല്ല. ഇറ്റ് ഈസ് എ ടബ്. TUB, ടബാണ്. അടുത്ത നോക്കിയേ. ഈസ് ദിസ് എ സ്കൂൾ? സ്കൂൾ ആണോ? SCHOOL. സ്കൂൾ. നിങ്ങളെല്ലാം വായിക്കണം കേട്ടോ. അമ്മ അച്ഛന് വായിച്ചാൽ പോലെ നിങ്ങളെ വായിക്കട്ടെ. ഇത് വായിക്കണം കേട്ടോ. സ്കൂൾ. നോ. ഇറ്റ് ഈസ് നോട്ട്. അല്ല. എന്താണ്? ഇറ്റ് ഈസ് എ ഹൗസ്. HOUSE. ഹൗസ്. ഹൗസിന്റെ സ്പെല്ലിംഗ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള. അടുത്ത നോക്കി. ഈസ് ദിസ് എന്താണ്? GLASS. എന്താണ്? ഗ്ലാസ്. ഈസ് ദിസ് എ ഗ്ലാസ്? ഇത് ഗ്ലാസ് ആണോ? സോറി. നോ. ഇറ്റ് ഈസ് നോട്ട്. അല്ല. ഇറ്റ് ഈസ് നോട്ട്. അല്ല. ഇറ്റ് ഈസ് എ കപ്പ്. CUP, കപ്പ്. CUP, കപ്പ്. ഇറ്റ് ഈസ് എ കപ്പ്. ഇതാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ടൈമിലുള്ളത്. ലേൺ ചെയ്തോ? ടീച്ചറിനൊപ്പം ചെയ്തു. ഓക്കെ, ഗുഡ്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ടീച്ചറിന് ഇത് ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ചെയ്താൽ പോരാ, നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതൊക്കെ വേണം.
കേട്ടോ. നോട്ട്ബുക്കിൽ ഇതെല്ലാം എഴുതി നല്ല നീറ്റായിട്ട് എഴുതിയിട്ട് ടീച്ചറിന് അയച്ചു തരണം. തരുമോ? തരുമോ എന്നല്ല, തരണം കേട്ടോ. ഇപ്പോൾ ഹോംവർക്കൊക്കെ വളരെ കുറവായിട്ടാണ് വരുന്നത്. ടീച്ചർ നോക്കുന്നില്ലെന്ന് ഓർത്തിട്ടാണോ നിങ്ങൾ അയക്കാത്തത്? ടീച്ചർ നാളും പറഞ്ഞു ടീച്ചർ നോക്കാതല്ല, ടീച്ചർ കാണുന്നുണ്ട്, കറക്ഷൻ ഉള്ളത് മാത്രം ടീച്ചർ കറക്റ്റ് ചെയ്യുന്നുണ്ട്, ബാക്കി എല്ലാവരും ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ട് ടീച്ചറോട് മാർക്ക് ചെയ്യില്ല. വല്ലതൊക്കെ പലപ്പോഴൊക്കെ കറക്ഷൻ ഉള്ളത് ടീച്ചർ മാർക്ക് ചെയ്തായിരിക്കും. കാരണം ടീച്ചർ മെമ്മറിയിൽ അത് ഒത്തിരി വന്ന് കിടക്കുമ്പോൾ എന്ത് വെച്ചു എന്ന് പറഞ്ഞാൽ ടീച്ചർ ക്ലാസ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഒരുപാട് ഹാങ് ആയി പോകും ഫോൺ. അതുകൊണ്ടാണ് അങ്ങനെ ക്ലിയർ ചെയ്ത് അയക്കാൻ പറ്റാത്തത് കേട്ടോ, ടിക്ക് ചെയ്ത് അയക്കാൻ പറ്റാത്തതെല്ലാം. ഓക്കെ, ഇപ്പം ടിക്ക് ചെയ്ത് അയച്ചില്ലെങ്കിൽ അതിൻ്റെ മീനിങ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയെന്നാണ്. തെറ്റുള്ളത് ടീച്ചർ മാർക്ക് ചെയ്യും. ഓക്കെ, ടീച്ചർ എല്ലാം കാണുന്നുണ്ടേ. വെരി ഗുഡ് ഒക്കെ ടീച്ചർ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഒക്കെ ടീച്ചർ നോക്കിയിട്ട് തന്നെ ഇടുന്നത് കേട്ടോ, ഒന്നും നോക്കാതല്ല. അപ്പം നല്ല കുട്ടികളായിട്ട് ഹോംവർക്ക് പഴയ പോലെ തന്നെ അയക്കുക. ഇപ്പം എല്ലാവർക്കും ഇത്തിരി മടിയായി തുടങ്ങിയിട്ടുണ്ട്. എക്സാം ഇല്ലെന്ന് ഓർത്തിട്ടാണോ? എക്സാം ഉണ്ട് കേട്ടോ. നമ്മളിത് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ടേമും കൂടി ഉണ്ട്, ആ ടേമിൻ്റെയും കൂടി നമ്മൾ തീർക്കണം. എന്നിട്ട് വേണം നമുക്ക് എക്സാം ഇടാൻ. നമ്മൾ ഏപ്രിൽ പകുതിയോടുകൂടി നമ്മുടെ എക്സാം ഉണ്ട് കേട്ടോ. അപ്പം ഇപ്പം പോവാണ് ടീച്ചർ. കുഴപ്പമില്ലല്ലോ, എല്ലാവരും ഓക്കെ അല്ലേ? ഉഷാറല്ലേ? ഓക്കെ, അപ്പം ബൈ ബൈ, സീ യു, ഹാവ് എ നൈസ് ഡേ.